ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടെക് വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ സാധാരണ വ്ളോഗ്സ് ആണ്, അതുപോലെ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതൊരു മൈക്കോയുടെ അൺബോക്സിങ് വീഡിയോ ആണ്. K8 എന്ന് പറയുന്ന മൈക്കോ, ഇതാണ് K8 എന്ന് പറഞ്ഞാൽ ചെറിയൊരു മൈക്രോഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനായ അസറും മപ്പൂട്ടോനും സമ്മാനിച്ചാണ്. അദ്ദേഹത്തിന് താങ്ക്സ് പറയുന്നൊരു ബിഗ് സല്യൂട്ട്. വളരെ ചീപ്പസ്റ്റ് ആണ്. അപ്പോൾ വളരെ ഉപയോഗപ്രദമായ പുതിയ ചീപ്പസ്റ്റ് മീൻസ് ഒരു 600 രൂപ ഇവിടുത്തെ വരുള്ളൂ. 600 മെറ്റിക്കേഷ്, 500-600 മെറ്റിക്കേഷ്. നാട്ടിലൊരു 700-800 രൂപയിൽ മേലെ എന്തായാലും പോയില്ല. ആദ്യം നമുക്കിത് നല്ല വില ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ പഴയ വീഡിയോസ് കണ്ടപ്പോൾ 2000-3000 വില കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വളരെ വില കുറഞ്ഞിട്ടുണ്ട്. പുതിയ യൂട്യൂബർമാർക്ക്, അതുപോലെ വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക്, ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളുകൾക്ക്, ലൈവ് ഷോ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ കണക്ട് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളാണ്, അൺബോക്സിംഗ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന 20 മീറ്റേഴ്സ് ഓഫ് ആക്സസബിൾ റിസപ്ഷൻ എന്നൊക്കെ കാണിച്ചിട്ട് ബാക്കി വീഡിയോയിലേക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ അൺബോക്സിംഗ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലൊക്കെ പോകാം. ഇപ്പം ഞാനിത് ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നുള്ള വീഡിയോ കാണുമെന്ന് മനസ്സിലാവുള്ളൂ. ഇത് ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. നമുക്ക് സമയം കളയാതെ ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ K8 മൈക്രോഫോൺ. ചെറിയ മൈക്രോഫോണാണ്. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. തുറന്ന് നോക്കാം. ഓക്കെ, തുറന്നപ്പോൾ ഇതിൽ വരുന്നത് ഒരു മൈക്കോ വരുന്നുണ്ട്. ഇതാ അടിപൊളി മൈക്കോണ്, ചെറിയ മൈക്കോ. നമ്മൾ ഇതിങ്ങനെ ഷട്ടിൽ കുത്താനുള്ളതുണ്ട് ഇവിടെ. അതുപോലെ സി പിൻ അഡാപ്റ്ററാണ്. സി പിന്നിൻ്റെ ചാർജ് അതവിടെ സൈഡിലൊരു നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്. സി പിന്നാണത്, സി ടൈപ്പാണ്. അതുപോലെ ബാക്കിൽ ഒരു ഇതുണ്ട്, സ്വിച്ച് ബട്ടൺ, ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു നമ്മൾ ഫോൺ കണക്ടർ റിസീവറാണ്. ഇത് ഫോണിൽ കണക്ട് ചെയ്യുക, നമ്മൾ ചാർജ് ചെയ്യുന്ന ഭാഗത്ത് പോർട്ടിൽ കണക്ട് ചെയ്യുക. അതുപോലെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഐഫോൺ അഡാപ്റ്ററും കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. അതിങ്ങനെ ഇതവിടെ കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഐഫോണും കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഇവിടെ ഒരു ചെറിയ ബോക്സിന് തുറന്ന് നോക്കാം. ചാർജ് ചെയ്യുന്ന കേബിളാണ്, സി ടൈപ്പാണ്. നമ്മൾ ഇവിടെ കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൽ പറയുന്നത് ഏകദേശം ഫുൾ ചാർജ് 2 മണിക്കൂറിന് ഫുൾ ചാർജ് ആവും. പിന്നെ അതുപോലെ 4 മണിക്കൂർ വരെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു മാനുവൽ ഉണ്ട്, കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട് നോട്ട് വിവോ, EQ, റിയൽമി ബ്രാൻഡ്, ഇതൊക്കെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് OTG ഓൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് സെറ്റിങ്സിൽ സെർച്ച് ചെയ്താൽ OTG കിട്ടും. അത് ഓൺ കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഓൺ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റെഡ് ആൻഡ് ഗ്രീൻ 2 ലൈറ്റ് കത്തും. അപ്പോൾ അത് ഓണായി എന്നർത്ഥം. ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടില്ല. കണക്റ്റ് ആവാത്തതുകൊണ്ടാണ് റെഡും ഗ്രീൻ സിഗ്നൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അഡാപ്റ്റർ, വേറെ ഫോൺ കാണിച്ച അഡാപ്റ്റർ നമ്മൾ റിസീവർ ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തപ്പോൾ അതിലിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു. ചില ഫോണുകളിൽ വരും, തരാത്ത ഫോണുകൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ OTG ഓൺ ചെയ്ത് കൊടുക്കണം. OTG ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് സിഗ്നൽ ഇങ്ങനെ കത്തുകണ്ടല്ലേ, കാണുന്നുണ്ടോ? ഈ റെഡ് സിഗ്നൽ കത്തിയാൽ അർത്ഥം കണക്റ്റായി എന്നാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമുക്കിത് മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഗ്രീൻ സിഗ്നൽ ഇങ്ങനെ വരുമ്പോൾ അത് മ്യൂട്ടായി എന്നർത്ഥം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. നമ്മുടെ പവർ ഓൺ ബട്ടൺമേ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രീൻ സിഗ്നൽ മാത്രം ഇങ്ങനെ മിന്നി കത്തും. അതിനർത്ഥം അത് മ്യൂട്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൈക്രോ K8ൻ്റെ വിശേഷങ്ങൾ. 20 മീറ്റർ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിക്കൂടായില്ല. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച്, നോയ്സൊക്കെ അനുസരിച്ചിരിക്കും. ഏതായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതിക്കോളൂ. അറിയുന്നെങ്കിൽ ഞാൻ റീപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.